ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവർക്കുണ്ട്. എന്നാ അത് പോരാ. എല്ലാ കാര്യങ്ങളിലും ഇവരുടെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കണം. ഇന്നു മുതൽ ഇവർക്ക് വേണ്ടത് ഇവര് തന്നെ വാങ്ങിക്കോട്ടെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെ തലയാട്ടിയാ പോരാ. അതെ, പാറു പറഞ്ഞത് ശരിയാണ്. എന്തായാലും പാറുവിന്റെ വരവോടെ ഏട്ടനാകെ മാറിപ്പോയി. ഇപ്പോഴത്തെ ഏട്ടന് അടിപൊളി. അപ്പൊ ഇതുവരെ ഞാൻ കൊള്ളില്ലായിരുന്നു അല്ലേ? അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾ ഏട്ടനെന്ന് ഞങ്ങൾക്ക് അടിപൊളിയാ. ഇപ്പൊ അത് കൂടി. സൂപ്പർ, അടിപൊളി. അല്ല, ഷോപ്പിംഗ് മാത്രമേ ഉള്ളോ? അല്ലല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോവും, നല്ല ഹോട്ടലിന് ഫുഡ് കഴിക്കും, ബീച്ചിൽ പോവും. അങ്ങനെ അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. സിനിമ ലാലേട്ടന്റെ ആയിക്കോട്ടെ, കുഞ്ഞിക്ക് ഇഷ്ടമുള്ള പോലെ ലാലേട്ടന്റെ സിനിമ തന്നെ കാണിക്കാം. ഏട്ടന് മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇന്ന് മുതൽ ഏട്ടന്റെ ഇഷ്ടത്തിനല്ല നിങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം. അല്ല, നമ്മൾ എല്ലാരും കൂടി എങ്ങനെ പോകും ഏട്ടാ? എന്നാ ജീപ്പ്? ജീപ്പ് ഒന്നും വേണ്ട, നമ്മൾ രണ്ടാളും ബൈക്കിൽ പോവും. ഇവർ ഓട്ടോയിൽ വന്നോട്ടെ. ഓക്കെ അല്ലേ? പിന്നെ ഈ കടയില് നല്ല തിരക്കുള്ള ദിവസാ, പോയിട്ട് പെട്ടെന്ന് വരണം. ഏയ് ഗിരിയേട്ടാ, പോയിട്ട് പെട്ടെന്ന് വരലൊന്നും നടക്കൂല. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ട് പതുക്കെ വരുള്ളൂ. ഏട്ടന് സൂപ്പർ മാർക്കറ്റേ ഇന്നലെ ദിവസത്തേക്ക് സോമു ഏട്ടൻ നോയിക്കോളും. അത് പിന്നെ അവിടെ അത് മതി.